പാൽക്കുളം മേട്ടിൽ വനം വകുപ്പും കർഷകരും തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നു. അരനൂറ്റാണ്ടിലേറെയായി കർഷകർ കൃഷി ചെയ്യുന്ന ഭൂമി വനഭൂമിയാണെന്ന് അവകാശപ്പെട്ട് വനം വകുപ്പ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. പട്ടയമുള്ള ഭൂമിയിൽ പോലും കൃഷിപ്പണി തടയുന്ന ഉദ്യോഗസ്ഥ നിലപാടിനെതിരെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതി നേരിട്ടെത്തി കർഷകരെ കൃഷിയിടങ്ങളിലേക്ക് കടത്തിവിട്ടു. എന്നാൽ ഇന്ന് കൃഷിയിടത്തിൽ പ്രവേശിച്ച കർഷകർക്കും തൊഴിലാളികൾക്കുമെതിരെ വനം വകുപ്പ് കേസെടുത്തത് സ്ഥിതി വീണ്ടും വഷളാക്കിയിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന ഇടുക്കിയിലെ കർഷകർ ഇന്ന് സ്വന്തം കൃഷിയിടത്തിലേക്ക് കയറാൻ വനംവകുപ്പിനോട് പൊരുതേണ്ട അവസ്ഥയിലാണ്. പാൽക്കുളം മേട്ടിലേക്കുള്ള പ്രധാന പാതയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടസ്സവാദങ്ങളുമായി നിലയുറപ്പിച്ചതോടെ മേഖലയിൽ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ നിലനിന്നു. 1.5 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കുമുള്ള ഏക വഴിയാണ് വനംവകുപ്പ് അടച്ചത്. കൃഷി ഭൂമിയിലേക്ക് ഇത് പട്ടയഭൂമിയാണ്, 50 സെന്റ് പട്ടയഭൂമിയാണ്. പട്ടയഭൂമിയിലേക്കും കയറാൻ മേലാത്ത രീതിയിൽ അവിടെ ചെക്ക് പോസ്റ്റ് വെച്ച് സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ഫോറസ്റ്റുകാർ വന്നിട്ട് ഭയങ്കര ആൾക്കാരെ പറമ്പിൽ പണിയാൻ സമ്മതിക്കില്ല. 50 വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നവരാണ് ഈ കർഷകർ. ഭൂരിഭാഗം പേർക്കും സർക്കാരിൽ നിന്നും ലഭിച്ച സാധുവായ പട്ടയമുണ്ട്. എന്നാൽ ഈ ഭൂമി വനഭൂമിയാണെന്ന വിചിത്രവാദമാണ് വനംവകുപ്പ് ഉയർത്തുന്നത്. കൃഷിപ്പണികൾ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് മാത്രമല്ല, മണ്ണിലിറങ്ങുന്ന കർഷകർക്കെതിരെ വനംവകുപ്പ് കള്ളക്കേസുകൾ എടുക്കുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ പ്രശ്നങ്ങളുണ്ടായപ്പോൾ വനംവകുപ്പ് മന്ത്രിക്കുൾപ്പെടെ കർഷകർ നിവേദനം നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. ഈ കൈവശ ഭൂമിയിലേക്ക് ആളുകൾ കയറുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനെയൊക്കെ പഞ്ചായത്ത് വ്യക്തമായി തന്നെ എതിർക്കുകയാണ്. കാരണം ആളുകളുടെ കൈവശമിരിക്കുന്ന ഭൂമിയിൽ ആളുകൾക്ക് കൃഷി ചെയ്യുന്നതിനുള്ള അവകാശം ഉണ്ടാവണം. കൈവശമിരിക്കുന്ന ഭൂമി ആളുകളുടെ കൈവശ ഭൂമിയാണ്, ഫോറസ്റ്റിന്റെ അല്ല. വനഭൂമിയും കൈവശ ഭൂമിയും ചെണ്ടയിട്ട് തിരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ പഞ്ചായത്ത് ജനങ്ങളുടെ ജീവനോപാധി തടയാൻ വനംവകുപ്പിന് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ഭരണസമിതി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയിമോൻ സണ്ണിയുടെ നേതൃത്വത്തിൽ തടസ്സങ്ങൾ നീക്കി കർഷകരെയും തൊഴിലാളികളെയും കൃഷിയിടങ്ങളിലേക്ക് കടത്തിവിട്ടു. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് കൃഷിയിടത്തിൽ പ്രവേശിച്ച കർഷകർക്കും തൊഴിലാളികൾക്കുമെതിരെ കേസെടുക്കുമെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം വിവാദങ്ങൾക്ക് പിന്നിൽ വനംവകുപ്പിന്റെ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണവും ശക്തമാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ മുൻകൈയെടുത്ത് പാൽക്കുളമേട് വിനോദസഞ്ചാരത്തിനായി തുറന്നു നൽകിയെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന് അത് അടച്ചുപൂട്ടിയിരുന്നു. ടൂറിസം കേന്ദ്രം പൂട്ടിച്ചതിന് പിന്നിലും വനംവകുപ്പാണെന്ന സംശയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ കർഷകരെയും ദ്രോഹിക്കുന്ന നടപടികളുമായി വനംവകുപ്പ് മുന്നോട്ടു പോകുന്നത്. റവന്യൂ വനംവകുപ്പ് സംയുക്തമായി അതിർത്തി നിശ്ചയിച്ച് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷക സംഘടനയായ സാസ് ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, ഇടുക്കി.